2024 ഏപ്രിലിൽ യൂട്യൂബിൽ റിലീസായിട്ട് ഭയങ്കര വൈറലായ ഒരു ഷോർട്ട് ഫിലിമായിരുന്നു സംഭവം. ഈ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ഡയറക്ടർ തന്നെ ജിത്തു സതീശൻ എന്ന് പറഞ്ഞിട്ടുള്ള പുള്ളി ഡയറക്റ്റ് ചെയ്ത ആ ഷോർട്ട് ഫിലിമിൻ്റെ തന്നെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷനായിട്ട് ആസിഫ് അലിയുടെ അനിയൻ അസ്കർ അലി ലീഡ് ക്യാരക്ടറായിട്ട് ചെയ്യുന്ന സംഭവം അധ്യായം 1 എന്ന് പറഞ്ഞിട്ട് ഒരു ഫുൾ മൂവി ഒരു മാസം മുന്നേ തിയേറ്ററിൽ റിലീസായിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ തിയേറ്ററിൽ ആ മൂവി കണ്ടിട്ടില്ല. അപ്പോൾ റീസെൻ്റ്ലി നമുക്ക് OTTയിൽ റിലീസായ സമയത്താണ് ഞാൻ ഈ മൂവി കാണുന്നത്. ഇതിൻ്റെ ഷോർട്ട് ഫിലിം ആക്ച്വലി ഞാൻ കണ്ടതായിരുന്നു. ഒരു പർട്ടിക്കുലർ എക്സ്റ്റെൻറ്റിൽ കൊണ്ടുപോയിട്ട് നിർത്തി എൻഡ് ആവുന്ന ഒരു ഫിക്ഷൻ, ഒരു മിസ്റ്ററി ഒരു ഷോർട്ട് ഫിലിം ആയിരുന്നു അത്. അതിൻ്റെ ബാക്കി സ്റ്റോറി പോലെയാണ്. അതിന് ശേഷം അതെവിടെയാണോ എൻഡ് ആയത്, അത് കഴിഞ്ഞിട്ടുള്ള സംഭവങ്ങൾ എന്താണെന്നുള്ളത് കാണിക്കുന്ന ഒരു ഫുൾ ഫിലിമായിട്ടാണ് ഈ ഒരു സംഭവം അധ്യായം 1 എന്ന് പറഞ്ഞിട്ട് ഇറക്കിയിട്ടുള്ളത്. ഇതൊരു ക്രൈം ത്രില്ലർ മിസ്റ്ററി ഡ്രാമ എന്ന് പറയുന്ന ഒരു ജോൺറയാണ് ഇവർ ഈ മൂവി പറയുന്നത്. ആക്ച്വലി ഇതിൽ കുറേ ഫിക്ഷൻ സംഭവങ്ങളും മൊത്തത്തിൽ നമ്മൾ ഈ മൂവി കണ്ടിരിക്കുമ്പോൾ ഒരു ലൂപ്പിനകത്തായിട്ടുള്ള രീതിയിലാണ് ഈ ഒരു മൂവി കംപ്ലീറ്റ് പോകുന്നത്. അത്യാവശ്യം നല്ല സ്ലോ പേസിൽ പോകുന്ന ഒരു മൂവി ആണെങ്കിലും ഞാൻ ഒട്ടും ലാഗില്ലാണ്ടാണ് ഈ മൂവി ഫുള്ളിരുന്ന് കണ്ടത്. നല്ല സംഭവം മൂവി തന്നെയാണ്. കാസ്റ്റിങ്ങിൽ കുറച്ചും കൂടെ ബെറ്റർ ആക്കായിരുന്നു എന്ന് തോന്നിയതല്ലാതെ ബാക്കിയെല്ലാം മൂവി ഓവറോള് സീനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് തിയേറ്ററിലെ ആൾക്കാർ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കണ്ടിട്ടുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ റീസെൻ്റ്ലി ജിയോ ഹോട്ട്സ്റ്റാറിൽ ഈ മൂവി റിലീസായിട്ടുണ്ട്. അപ്പോൾ കാണാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പോയിട്ട് കണ്ടു നോക്കാം.